നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗാ ദിനം ഇന്ന്. യോഗാഭ്യാസത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി വിശ്വയോഗ ദിനാചരണ സമിതിയുടെ നേതൃത്വത്തിൽ വടക്കന്തറയിൽ യോഗാഭ്യാസ പ്രകടനം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്ന പ്രമേയത്തിലായിരുന്നു 12ാമത് യോഗാ ദിനാചരണം. വടക്കന്തറയിൽ നടന്ന യോഗാഭ്യാസ പ്രകടനത്തിൽ വിവിധ യോഗാ പരിശീലകരും യോഗാ പ്രചാരകരും. പൊതുപരിപാടികൾക്ക് പുസ്തകം തരാമെന്ന പാലക്കാട് MLA രമേശ് പിഷാരടിയുടെ FB പോസ്റ്റ് വൈറലാകുന്നു. പൊതുപരിപാടികളിൽ ബൊക്കെ, മൊമന്റോ, പൊന്നാട എന്നിവ ഒഴിവാക്കണമെന്നും പകരം പുസ്തകം തരാമെന്നുമായിരുന്നു FB പോസ്റ്റ്. പുസ്തകം തന്നാൽ വായിക്കാനും തുറന്ന് വായനശാലകൾക്ക് കൈമാറാനാകുമെന്ന വാചകം ഏറെ ശ്രദ്ധേയം. വാർത്തകൾ വിശദമായി. യോഗാഭ്യാസത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി വടക്കന്തറ വിശ്വയോഗ ദിനാചരണ സമിതിയുടെ നേതൃത്വത്തിൽ യോഗാഭ്യാസ പ്രകടനം നടത്തി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്ന പ്രമേയത്തിലാണ് 12ാമത് യോഗ അന്താരാഷ്ട്ര ദിനാചരണം സംഘടിപ്പിച്ചത്. യോഗാ ദിനാചരണത്തിൽ വിവിധ യോഗാ പരിശീലകരും യോഗാ പ്രചാരകരും പങ്കെടുത്തു. വടക്കന്തറയിൽ നടന്ന യോഗാഭ്യാസ ദിനാചരണം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ശ്വാസോച്ഛ്വാസ ക്രമീകരണത്തിലൂടെ ആരോഗ്യം വീണ്ടെടുത്ത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് വാർദ്ധക്യകാല അസുഖങ്ങളെയും അവശതകളെയും അകറ്റി നിർത്താമെന്നാണ് വിദഗ്ധാഭിപ്രായം. ഊർജം കൈനീക്കുന്നതിലൂടെ ആരോഗ്യമുള്ള ശരീരം, ശാന്തതയുമുള്ള മനസ്സ്, ഏകാഗ്രത, സജീവമായ ജീവിതശൈലി എന്നിവ സംരക്ഷിക്കാൻ കഴിയുന്നതോടെ വ്യക്തിജീവിതം സന്തുഷ്ടവും സമാധാനപരവുമാകും. ഭൂമി ഉത്തരായനത്തിൽ നിന്നും ദക്ഷിണായനത്തിലേക്ക് മാറുന്ന കാലത്തുണ്ടാകുന്ന ആരോഗ്യ ശേഷിക്കുറവിനെയും രോഗാവസ്ഥകളെയും പ്രതിരോധിക്കാൻ യോഗാ പരിശീലനത്തിലൂടെ സാധിക്കും. വടക്കന്തറയിൽ നടന്ന യോഗാഭ്യാസം MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. അമൃത ഹോമിയോ MD ഡോക്ടർ KP നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ സ്മിതേഷ് ആശംസകൾ അർപ്പിച്ചു. വിശ്വയോഗ ദിനാചരണ സമിതി പ്രസിഡന്റ് P പ്രഭാകരൻ, ജനറൽ സെക്രട്ടറി BK ഗോപാലകൃഷ്ണൻ, യോഗ ശിരോമണി K വിജയകുമാർ, വിവിധ യോഗ പരിശീലകരും പ്രചാരകരുമായ BK മീന ബഹൻ, ഗായത്രി ആചാര്യൻ, സുധാകരൻ ബാബു, സുനിൽ ശ്രീധരൻ, ഡോക്ടർ പത്മകുമാർ, അഡ്വക്കേറ്റ് VBR മേനോൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൊതുപരിപാടിക്ക് പുസ്തകം തരാമെന്ന പാലക്കാട് MLA രമേശ് പിഷാരടിയുടെ FB പോസ്റ്റ് വൈറലാകുന്നു. പൊതുപരിപാടികളിൽ ബൊക്കെ, മൊമന്റോ, പൊന്നാട എന്നിവ ഒഴിവാക്കണമെന്നും പകരം പുസ്തകം തരാമെന്നുമായിരുന്നു MLAയുടെ പോസ്റ്റ്. പുസ്തകം തന്നാൽ വായിക്കാനും തുടർന്ന് വായനശാലകൾക്ക് കൈമാറാനാകുമെന്ന വാചകമാണ് ഏറെ ശ്രദ്ധേയമായത്. വായനാ ദിനത്തിലാണ് പൊതുപരിപാടികളിൽ ബൊക്കെ, മൊമന്റോ, പൊന്നാട തുടങ്ങിയവ നൽകുന്നത് ഒഴിവാക്കണമെന്ന അഭ്യർത്ഥനയുമായി പാലക്കാട് MLA രമേശ് പിഷാരടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഒരു മാസം MLA എന്ന നിലയിൽ 50ഓളം പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഓരോ സംഘാടകരും മൊമന്റോ, പൊന്നാട, ബൊക്കെ എന്നിവയിലേതെങ്കിലും ഒന്നോ ഇവയെല്ലാം കൂടിയോ നൽകാറുണ്ട്. സ്നേഹോപകാരം നൽകാനായി 1000 രൂപയോളം ചെലവഴിക്കേണ്ടി വരും. ഇവ ഒഴിവാക്കി പുസ്തകം തന്നാൽ വായിക്കാം, വായനശാലകൾക്ക് നൽകാമെന്ന പിഷാരടിയുടെ പോസ്റ്റാണ് മണിക്കൂറുകൾക്കകം സമൂഹം ഏറ്റെടുത്തത്. വായനാശീലമുണ്ടാക്കി വായിച്ചു വിളയാമെന്ന സന്ദേശം കൂടിയാണ് വായനാ ദിനത്തിൽ രമേശ് പിഷാരടി നൽകിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെൻട്രൽ ഗവൺമെന്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം സംഘടനാ പ്രസിഡന്റ് C മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി പാസ് നൽകാനുള്ള റെയിൽവേ ബോർഡ് തീരുമാനം മരവിപ്പിക്കുക, പെൻഷൻകാർക്ക് സാങ്കേതികവിദ്യ ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് പഴയതുപോലെ പേപ്പർ പാസ് നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഷൊർണൂർ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പെൻഷൻകാർ പങ്കെടുത്തു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം സംഘടനയുടെ പ്രസിഡന്റ് C മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ യുഗത്തിൽ പിറന്നവരല്ല അക്കാലത്ത് വിദ്യാഭ്യാസം നോക്കിയിട്ടല്ല റെയിൽവേയിൽ ആളെ എടുത്തിരുന്നത്. അന്ന് റെയിൽവേ ഏൽപ്പിക്കുന്ന കഠിനമായിട്ടുള്ള ജോലികൾ, ഭാരമുള്ള ജോലികൾ, ഇതെല്ലാം തന്നെ ഏറ്റുവാനും എടുക്കുവാനും സമയക്രമമില്ലാതെ 12-16 മണിക്കൂർ ജോലി ചെയ്യുവാൻ തയ്യാറുള്ള, ശാരീരികമായിട്ട് കഴിവുള്ള ആൾക്കാരെയായിരുന്നു അന്ന് റെയിൽവേ പണിയിൽ വെച്ചിരുന്നത്. അല്ലാതെ വിദ്യാഭ്യാസ മാനദണ്ഡം അന്നൊരു പ്രശ്നമായിരുന്നില്ല. അങ്ങനെ ആ 40 വർഷക്കാലം ജോലി ചെയ്തിട്ട് ഇന്ന് ഞങ്ങൾക്ക് സർവീസിലിരിക്കുന്ന സമയത്ത് നമുക്കൊരു യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകാനോ നമുക്ക് സാധിക്കാറില്ല. കാരണം റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഇന്നല്ല പണ്ടുകാലം മുതൽക്ക് തന്നെ ആളില്ല, ലീവ് തരാൻ ആളില്ല എന്നുള്ള ഇല്ലാ പാട്ട് പാടുന്ന ഒരു
മേഖലയാണ് റെയിൽവേ. എക്സിക്യൂട്ടീവ് അംഗം കെ കേശവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എം മോഹനചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ട്രഷറർ PV ഗോപാലകൃഷ്ണൻ, അംഗങ്ങളായ M രാമചന്ദ്രൻ, M രാജഗോപാൽ, MK രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി P ആറുമുഖൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭാ CDSന്റെ നേതൃത്വത്തിൽ നിറപൊലിമ ഓണക്കനിക്ക് തുടക്കമായി. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല ഉദ്ഘാടനം ചെയ്തു. വ്യാവസായികാടിസ്ഥാനത്തിൽ ഈ കൃഷി ചെണ്ടുമല്ലി ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ വിപണി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പുറം നാടുകളിൽ നിന്നാണ് ഓണമായിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂക്കളും മറ്റും നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരുന്നത്. അതിന്റെ ഗുണഫലം അനുഭവിക്കുന്നത് മറ്റു നാട്ടിലെ കർഷകരാണ്. അതിൽ നിന്നും ഭിന്നമായി നമ്മുടെ നാട്ടിൽ തന്നെ ഇത് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ നാട്ടിലും ഇതിന്റെ ആനുകൂല്യം നമ്മുടെ ജനങ്ങൾക്ക് ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കുടുംബശ്രീ ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കണയം വെസ്റ്റ് പ്രദേശത്തെ ഈലീസിലെ മഞ്ജു ഫാം JLGയുടെ കൃഷിയിടത്തിലാണ് നിറപൊലിമ ഓണക്കരിക്ക് തുടക്കമായത്. CDS ചെയർപേഴ്സൺ P ജിഷ അധ്യക്ഷത വഹിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ K സുനിത ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ CK സൗമ്യ, VC സിന്ധു, വാർഡ് കൌൺസിലർ KT ബഷീർ, P പുഷ്പലത എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ മിഷൻ സ്റ്റാഫുകൾ, CDS ഭരണസമിതി അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ, കുടുംബശ്രീ അയൽക്കൂട്ടംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 1-ാം വാർഡ് CDS ഭരണസമിതി അംഗം ഫാത്തിമത്ത് ഫർസാന നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേവലം കയ്യടി നേടാൻ മാത്രം പ്രഖ്യാപനങ്ങൾ നടത്തുന്ന കേരള സർക്കാരിനെ പോലെയല്ല പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ പറഞ്ഞു. മോദി സർക്കാരിന്റെ 12ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി 12 വർഷത്തെ സദ്ഭരണത്തിന്റെ പ്രദർശനവും കേന്ദ്രം നടപ്പിലാക്കുന്ന ജനപ്രിയ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ ചേർക്കുന്നുള്ള ഹെൽപ്പ് ഡെസ്കിന്റെയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്, അത് നമുക്ക് ഈ പ്രദർശനത്തിൽ കാണാം. അതേപോലെ തന്നെ നമുക്ക് ഇന്ന് വീണ്ടും അടുത്ത ഗഡു എടുത്തുകൊണ്ടിരിക്കുകയാണ് കിസാൻ സമ്മാൻ പ്രദർശനയിൽ. കർഷക അനുകൂല ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇവിടെ പലപ്പോഴും കർഷകന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ് ഒഴിവാകുന്ന ആളുകൾ അധികാരത്തിലെത്തിയാൽ പ്രഖ്യാപിച്ച് നമ്മൾ നോക്കിയാൽ കാണുന്നത്. പക്ഷേ നരേന്ദ്രമോദി അതേപോലെ തന്നെ കിസാൻ സമ്മാൻ നൽകി നിരവധി അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്ന എല്ലാവർക്കും ആവാസ് യോജന ഗ്രാമീണവും. BJP ജില്ലാ ജനറൽ സെക്രട്ടറി B മനോജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി EP നന്ദകുമാർ, മേഖലാ വൈസ് പ്രസിഡന്റ് KV ജയൻ മാസ്റ്റർ, സെക്രട്ടറി AP പ്രസാദ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ രശ്മി ബൈജു, NR രജിത, സെക്രട്ടറി സുമാ ബാബു, SC മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് KK കുഞ്ഞൻ, സോഷ്യൽ മീഡിയ ജില്ലാ കൺവീനർ രാജേഷ് വെള്ളയത്ത്, കൌൺസിലർ അനിത, ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് C, ജനറൽ സെക്രട്ടറി സ്വരൂപ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ആരോഗ്യരംഗത്ത് 102 വർഷത്തെ പാരമ്പര്യമുള്ള മാധവം ആയുർവേദ ആശുപത്രിയുടെയും SBI ഷൊർണൂരിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും അവബോധ ക്ലാസും സംഘടിപ്പിച്ചു. ക്യാമ്പിൽ സൗജന്യ പരിശോധനയ്ക്കൊപ്പം സൗജന്യ മരുന്ന് വിതരണവും നടന്നു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണ PS-ന്റെ നേതൃത്വത്തിൽ സീനിയർ ഫിസിഷ്യന്മാരായ ഡോക്ടർ മധു രാംദാസ്, ഡോക്ടർ ആഷിഫ് ആമീൻ എന്നിവരോടൊപ്പം ഡോക്ടർ ദീപ്തി സുധീർ, ഡോക്ടർ ശ്രീലക്ഷ്മി എന്നിവരടങ്ങുന്ന വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പരിശോധന നടത്തി. സൗജന്യ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ മധു രാംദാസ് അവബോധ ക്ലാസ് എടുത്തു. SBI ജീവനക്കാർക്കായി മാധവം ആയുർവേദയുടെ വിവരങ്ങളും ഓഫറുകളും ഡോക്ടർ ആസിഫ് അമീൻ വിശദീകരിച്ചു. SBI ഷൊർണൂർ ചീഫ് മാനേജർ രാജകൃഷ്ണൻ, മാധവം ആയുർവേദയുടെ ഡയറക്ടറായ ശാന്തി ശങ്കർ, അഡ്വക്കേറ്റ് സജ്മൽ എന്നിവർ ആശംസകൾ നേർന്നു. ക്യാമ്പിന് ഡോക്ടർ ദീപ്തി സുധീർ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ അംഗൻവാടികൾക്കുള്ള കുക്കർ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല നിർവഹിച്ചു. നമ്മൾ ഓരോ വർഷവും വകയിരുത്തുകയും മോശപ്പെട്ട അംഗൻവാടികൾക്ക് അവരുടെ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഇവിടുന്ന് നടപ്പിലാക്കി കൊടുക്കാറുണ്ട്. എന്തെല്ലാം സൗകര്യങ്ങളാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫർണിച്ചറുകൾ, അതുപോലെ തന്നെ കളിപ്പ് വകുപ്പുകൾ, നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നുള്ളത് ആളുകൾ ടീച്ചർമാർ പറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ പദ്ധതി വയ്ക്കാറുള്ളത്. അംഗൻവാടികളിലെ കുട്ടികൾക്കുള്ള പോഷണം, ആരോഗ്യവും ഉറപ്പാക്കുക എന്നാണ് പദ്ധതിയുടെ ലക്ഷ്യം. ശനിയാഴ്ച രാവിലെ നഗരസഭാ കൌൺസിൽ ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ ഷമിത സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ VC സിന്ധു, CK സൗമ്യ, C സന്ധ്യ, രവീന്ദ്രൻ, കൌൺസിലർമാരായ K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, രജിത, ഗീത, രാജഗോപാൽ, രമാദേവി, മുഹമ്മദ് ആഷിഖ്, പ്രസന്ന, പുഷ്പലത,
എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ പരിശോധന ശക്തമാക്കി ഷൊർണൂർ നഗരസഭ ആരോഗ്യവകുപ്പ്. നഗരത്തിലെ വിവിധ ഹോട്ടലുകളിലും ബേക്കറികളിലുമാണ് പരിശോധന നടത്തിയത്. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ വിവിധ ഹോട്ടലുകളിലും ബേക്കറികളിലുമാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം അധികൃതർ ശുചിത്വ നിലവാരം ഉറപ്പാക്കുന്നതിനാവശ്യമായ പരിശോധന നടത്തി ഉടമകൾക്കും തൊഴിലാളികൾക്കും നിർദ്ദേശം നൽകിയത്. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാർ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദിവ്യ റാണി, ആതിര എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും PN പണിക്കർ അനുസ്മരണവും ലൈബ്രറിയുടെ വാർഷിക ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു. ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. സമ്മാനാർഹരായി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ കൊണ്ടുവന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, അതിൻ്റെ ഫലമായി കുട്ടികൾക്ക് വേണ്ട പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ ഏർപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ ഹൈടെക് ക്ലാസ് മുറികളും അതുപോലെ ലാബുകളും അതുപോലെ തന്നെ വസ്ത്രം, ഭക്ഷണം, ഉച്ചഭക്ഷണമുള്ള സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പാഠപുസ്തകങ്ങൾ എല്ലാം കൃത്യസമയത്ത് കൈകളിലെത്തുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് SSLC +2 വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ഉൾപ്പെടെയുള്ളവർ വിതരണം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് S. കൃഷ്ണദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം M. പ്രശാന്ത് PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ലൈബ്രറി വൈസ് പ്രസിഡന്റ് RG പിള്ള, ലൈബ്രറി വൈസ് പ്രസിഡന്റ് P. സിന്ധു, KC രാജൻ, R. മണി, വേണുഗോപാൽ, ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ലൈബ്രറി സെക്രട്ടറി KC രാജൻ റിപ്പോർട്ട് അവതരണവും ലൈബ്രറി ട്രഷറർ MC ശങ്കരൻ വരവ് ചെലവുകണക്കും അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ച, മറുപടി എന്നിവയുണ്ടായി. ലൈബ്രറി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം MK രാമചന്ദ്രൻ സ്വാഗതവും ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം ശ്രീജ ഹരിദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്താരാഷ്ട്ര യോഗാ ദിനം ഇന്ന്. യോഗാഭ്യാസത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി വിശ്വയോഗ ദിനാചരണ സമിതിയുടെ നേതൃത്വത്തിൽ വടക്കന്തറയിൽ യോഗാഭ്യാസ പ്രകടനം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്ന പ്രമേയത്തിലായിരുന്നു 12ാമത് യോഗാ ദിനാചരണം. വടക്കന്തറയിൽ നടന്ന യോഗാഭ്യാസ പ്രകടനത്തിൽ വിവിധ യോഗാ പരിശീലകരും യോഗാ പ്രചാരകരും. പൊതുപരിപാടികൾക്ക് പുസ്തകം തരാമെന്ന പാലക്കാട് MLA രമേശ് പിഷാരടിയുടെ FB പോസ്റ്റ് വൈറലാകുന്നു. പൊതുപരിപാടികളിൽ ബൊക്കെ, മൊമന്റോ, പൊന്നാട എന്നിവ ഒഴിവാക്കണമെന്നും പകരം പുസ്തകം തരാമെന്നുമായിരുന്നു FB പോസ്റ്റ്. പുസ്തകം തന്നാൽ വായിക്കാനും തുറന്ന് വായനശാലകൾക്ക് കൈമാറാനാകുമെന്ന വാചകം ഏറെ ശ്രദ്ധേയം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.